നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ വലിയൊരു ക്രൂരകൃത്യമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ആക്രമണങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇങ്ങനെയൊരു ക്രൂരകൃത്യം വീണ്ടും നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? മനസാക്ഷിയുള്ള ആളുകൾ ഞെട്ടുന്ന സീനാണ് കണ്ടത്. തലക്കടിച്ച് വീഴ്ചതിന് ശേഷം കല്ലെടുത്ത് വീണയാളിന്റെ തലയിലോട്ടും ശരീരത്തോട്ടും മുഴുവനിടുക. ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആ സംഭവത്തിന്റെ ആവർത്തനമാണ് ഇവരുണ്ടായത്. അത് നമ്മളുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ തലസ്ഥാനം നഗരിയിലാണ്. തിരുവനന്തപുരത്ത് നഗരത്തിന്റെ ഏറെക്കുറെ ഹൃദയഭാഗത്തുണ്ടായ അതിക്രൂരമായ ഒരു കൊലപാതകം. യഥാർത്ഥത്തിൽ ചോദിക്കാനും പറയാനാവില്ലേ? അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം റൂറലിൽ അപ്പുറത്തുണ്ട്, തിരുവനന്തപുരം സിറ്റി കമ്മീഷനുണ്ട്, കമ്മീഷണർക്ക് താഴെയുള്ള ആളുകളുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഇതെല്ലാം ഈ ചുറ്റുവട്ടത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. ദൗർഭാഗ്യവശാൽ ഈ ക്രൂര സംഭവങ്ങൾ നടത്തുന്നത് സാധാരണഗതിയിലുള്ള ആളുകളല്ല, ഇത് ഗുണ്ടാ സംഘങ്ങളാണ്. ഈ കൊട്ടേഷൻ സംഘങ്ങളുണ്ട് എന്നുള്ളത് ഗവൺമെന്റ് അറിയാമല്ലോ. കേരളത്തിൽ ഒരു കാലത്ത് 109 കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു. തിരുവനന്തപുരത്തും ആ കൊട്ടേഷൻ സംഘങ്ങളുടെ ആവർത്തനം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നടക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ അവരെ പിടിക്കുന്നതിന് വേണ്ടി അധികാരികളിൽ അവരെ കീഴ്പ്പെടുത്താൻ ആളില്ല. നിയമത്തിന് വിധേയമാക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്താ, ഇവരുടെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ ഒരു അഴിഞ്ഞാട്ടം ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടക്കാനുണ്ടോ? അതിക്രൂരമായ കൊലപാതകം. കോടതിയിൽ ചെന്നാൽ പോലും ക്രൂരമായ കൊലപാതകം എന്നുള്ള നിലയിൽ കോടതി എടുക്കേണ്ട ശിക്ഷ ഏതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സ്വാഭാവികമായും ഈ തെറ്റുകൾ ആവർത്തിക്കാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. അടിക്കടി ഈ സംഭവങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു സംഘം ആളുകൾ കൊട്ടേഷനായി മാറുക, സാമ്പത്തിക മോഹത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുക, അവരുമായി നേരിട്ടൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയെ അവർ പെരുവഴിയിലിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലുക. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിനോ നിയമസമാധാനം കാക്ഷിക്കുന്ന ഒരു ജനതയ്ക്കോ ഒരിക്കലും ഗുണകരമല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ യുവാക്കളാണ് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രതികളൊക്കെ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അപ്പൊ അവർ പുറത്തിറങ്ങി വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദികൾ? അധികാരികൾ തന്നെയാണ്. കാരണം ഇവരെ കയ്യിൽ കിട്ടിയാൽ കിട്ടുന്ന സന്ദർഭത്തിൽ അവർക്കെതിരായിട്ടുള്ള കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ആ കേസുകളിൽ എല്ലാ കൃത്യതയോടുകൂടി വിസ്താരം നടക്കണ്ടേ? അതിന്റെ തെളിവെടുപ്പ് നടക്കണ്ടേ? ഈ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടത്തക്ക വിധത്തിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതൊന്നും ഉണ്ടാവില്ല എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവർ വീണ്ടും പുറത്തിറങ്ങി ഈ കുറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? സ്വാഭാവികമായി ഇതിനെ കുറ്റപ്പെടുത്താൻ എല്ലാ മനുഷ്യനും തോന്നുന്ന ഒരേ ഒരു പോയിന്റാണ്, ഇതിന്റെ അധികാരികളാണ്. അധികാരികളുടെ കൺമുമ്പിൽ നിന്ന് വെച്ച് നടക്കുന്ന ഈ ക്രൂരമായ നടപടിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് വരികിൽ പിന്നെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ത് എന്നതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടി വരില്ലേ? വളരെ നന്ദിയുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തിരിച്ച് വിഷ്ണുവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. വിഷ്ണു, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പറയുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്